അതേ എന്താ സുഖം അതിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അല്ല ഇപ്പൊ രാഘവട്ടം വരണ്ടേ? രാഘവട്ടം വന്നാലേ ഇപ്പൊ എടുക്കാൻ പറ്റൂ. ജീവിച്ചിരിക്കുന്നത് രക്തസാക്ഷിയാണ് രാഘവൻ. 80 കഴിഞ്ഞൂടോ. ഇതെന്താ രാഘവേട്ട എത്ര നേരായി? വൈകി പോയി. നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കുക. ഞാനല്ല സുഖം തുടങ്ങും. അതൊക്കെ നീയല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്തിരി വിദ്യാഭ്യാസം. ആരെങ്കിലും ഒന്ന് പറ. ആ വേണ്ടാന്ന് ഞാൻ തുടങ്ങും. ശരി. മുണ്ട് കഴിച്ചിട്ട് നമ്മള് മന്യമാരുന്ന മുണ്ട് കഴിച്ചു. ഫോൺ ആരെങ്കിലും ഉണ്ടാ ഒന്ന് എടുത്തറ, വീഡിയോ എടുക്കണം. ഫേസ്ബുക്കിലൊക്കെ ഇടല്ലോ അല്ലേ? അത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അറിയിക്കണേ. അപ്പോ ആദരണീയരായ മദ്യപാനികളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ കൂടിയത് എന്താന്ന് വെച്ചാൽ ഇന്നൊരു വലിയ സുദിനാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഞാനതൊന്ന് പറയുകയാണെന്ന് മാത്രം. അത് വേണല്ലോ. അതായത് നമ്മുടെ കൂട്ടത്തില് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള, എന്നാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടാതെ ഈ മദ്യപന്മാരുടെ ഒരു ശ്രേണിയിലേക്ക് വന്നിട്ടുള്ള പ്യാരി ജാതൻ ഇന്ന് പരിപൂർണനായിരിക്കുകയാണ്. അതെ അതെ. അതായത് മദ്യപിക്കുന്ന രീതിയെ പറ്റി എപ്പോഴും കാണുമ്പോഴൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആളുകളോട് പറയുകയും പ്യാരിയോട് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള പ്യാരിയുടെ തന്നെ ഭാര്യയായിട്ടുള്ള മണ്ടോദരിക്ക് നമ്മുടെ ബിവറേജിൽ ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. എന്തിനാണോ എതിർത്തോണ്ടിരുന്നത് ആ സ്ഥാപനത്തിലാണ് മണ്ടോദരിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. നമ്മളെ തറവാട്ടിലാണ് ജോലി കിട്ടിയത്. തറവാട്ടിലാണ് ജോലി കിട്ടിയത്. ഇനി നമുക്ക് ക്യൂ നിൽക്കണ്ട, ബിവറേജിൽ പോയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യം ഇനി ഉണ്ടാവില്ല. ഇനി നമ്മളൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ആവശ്യമുള്ള സാധനം പ്യാരിയുടെ ഭാര്യ മണ്ടോദരി ഇവിടെ നമുക്ക് സ്ഥലത്തേക്ക് എത്തിച്ചു തരും. നമ്മൾ എടുക്കാൻ പോയാൽ മാത്രം മതി. അപ്പൊ അതില് നമുക്ക് എല്ലാവർക്കും, പ്യാരിയുടെ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ ഒരു സന്തോഷത്തില് ഒരു 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്യാരിയെ ക്ഷണിക്കും. അയ്യോ വേണ്ട, സത്യം പറഞ്ഞോ. ചെല്ല് വീട്ടിലുണ്ട് ഒരെണ്ണം. എന്തിന്? ശ്രീശാസ്ത്രീകരണം, കുടുംബശ്രീ, അയൽക്കൂട്ടം, തൊഴിലുറപ്പ്. ഭാവിയാണ് തീർന്നു. ഫ്യൂച്ചർ ഓഫ് ദി എൻഡ്. അത് നോക്കണ്ട, ഇത് നോക്കേ. തുടങ്ങിക്കോ. ബഹുമാനപ്പെട്ട കാരണവര് രാഘവട്ടൻ, സത്യേട്ടൻ, സുധേട്ടൻ, എനിക്കങ്ങനെ പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നേടിയെടുക്കാൻ പറ്റാതിരുന്നത് മുഴുവൻ നമ്മൾ ഭാര്യമാരെ കൊണ്ട് നേടിയെടുക്കണം. അതിനെന്താണ് വേണ്ടത്? എൻ്റെ അനുഭവമാണ് പറയണത്. അതിനെന്താണ് വേണ്ടത്? അവർക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കാം. നമ്മൾ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ഒരു 1.5 ചാരായമാണെന്ന്. ചാരായം തന്നു ഓർക്കണ്ട. അത് ഞാൻ കുടിച്ച് തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ മുടക്കിയിട്ടില്ല. പിന്നെ ഒരു ദിവസം മൂക്കിൽ നിന്ന് ചെറിയ ചോര വന്നപ്പോ ഡോക്ടറൊക്കെ ഉണ്ട്, ചെക്ക് ചെയ്തപ്പോ ഫാറ്റി ലിവറാണ്. പ്രസാട്ടം പറഞ്ഞ് കുടിക്കണേ കുഴപ്പമില്ല. മണ്ടു പറഞ്ഞ് ഇനി കുടിക്കരുത്, ചത്തുപോകും. പ്രസാട്ടം പറഞ്ഞ് ഇത് എല്ലാവർക്കും ഉണ്ട്, ഇച്ചിരിച്ച കുടിച്ചോന്നും പറഞ്ഞ് പുള്ളി മിലിറ്ററി മേടിച്ചു തന്നു. അപ്പൊ ഇനി കുടിച്ചാ ഞാൻ ചത്തുപോകും എന്ന് പറഞ്ഞ ഡോക്ടർ പിന്നെ കാണാൻ ചെന്നപ്പോ അയാളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് മാലയിട്ട് വെച്ചേക്കും. അയാളെ ചത്തുപോയി. അപ്പൊ പ്രസാദേട്ടനാണ് സത്യത്തിൽ ഡോക്ടർ. അപ്പൊ നമ്മള് ഇവരെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്താ ചെയ്തത്? ദിവസവും കുടിക്കും. വെളിവ് പോയാൽ നമ്മുടെ വേടിച്ചേരന്റെ പീഠത്തിനെ കിടന്ന് ഞാൻ ഉറങ്ങും, വഴി കിടന്ന് ഉറങ്ങും. എത്ര തെണ്ടിപ്പട്ടികൾ എൻ്റെ വാള് നക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തുറന്നു പറയണേന്ന്. അപ്പൊ എന്താണ്, ഇവക്കൊരു കലി കയറി, എങ്ങനെയെങ്കിലും സർക്കാർ ജോലി വേണം. അതിനൊരു വാശി കയറി. ഇപ്പൊ ഇവള് പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ അവള്
ലക്ഷ്യത്തിലെത്തി. ആ വാശി കൊടുത്ത ആളാണ്. വാശി കൊടുത്ത ആളാണ് ഞാൻ. നമ്മള് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ വീട്ടിൽ ചെല്ലൂല, ഒരു ശല്യൂല, പിണങ്ങാനുമില്ല, ഒന്നിനുമില്ല ഒക്കെ ഞാൻ ഒരു ശല്യൂല. അവൾക്ക് വാശി കയറി എങ്ങനെയെങ്കിലും ജീവിക്കണം. ഇപ്പൊ എന്ത് പറ്റി? അവള് പണിയെടുത്ത് എന്നെ നോക്കും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യയാണ് ഞാൻ. ഇനി ഭർത്താവ്. അതുകൊണ്ട് എന്തുണ്ടായി? ഇനി മണ്ടു സർവീസിലിരുന്ന് ചത്തുപോയാ എനിക്ക് ജോലി കിട്ടും. ഇനി അവള് പ്രായമായി ചത്തുപോയി നോക്ക്, എനിക്ക് പെൻഷൻ കിട്ടും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കൊണ്ട വെയിലും ഞാൻ കൊണ്ട മഴയും എന്നാ നക്കിയ പട്ടിയും ഞാൻ കിടന്ന പീഡിയത്തിനൊക്കെയാണ് ഇവക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത്. അപ്പൊ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ കുടിക്കാൻ വേണ്ടി സർക്കാരിന് കൊടുത്ത പൈസ മാസം മാസം ശമ്പളമായിട്ട് എൻ്റെ കുടുംബത്തോട്ട് വരും. അപ്പൊ നമ്മുടെ ഈ കുടി നമുക്ക് വേണ്ടി പണിയെടുക്കും. എനിക്ക് പറയാനുള്ളത്, ഈ ബീവറേജിൽ നിന്ന് എന്തെല്ലാം സംവിധാനം നമുക്ക് വേണോ മണ്ടുവിന്റെ ഇടപെടൽ ഉണ്ടാവും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് എന്നെ കുടി പഠിപ്പിച്ച രാഘവേട്ടനെ മനസ്സിൽ ധ്യാനിച്ച എല്ലാവർക്കും നന്ദി. അപ്പൊ ഇനി നമ്മള് അടുത്തതായിട്ടൊരു ചെറിയ സസ്പെൻസിലേക്ക് പോവാണ്. അതായത് പേര് പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കുടി പഠിപ്പിച്ച നമ്മുടെ രാഘവേട്ടനും നമ്മുടെ സുഗതനും കൂടെ ചേർന്നിട്ട് നമ്മുടെ പ്യാരിക്ക് ഈ സന്തോഷത്തിൽ ഒരു ഉപഹാരം കൊടുക്കുന്നുണ്ട്. പ്രസാദ്, ആ ഉപഹാരം എടുത്തോ. ആ, അപ്പൊ ഈ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാഘവേട്ടനെ സുഗതനെ ക്ഷണിക്കും. അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്യാരിയെ ക്ഷണിക്കും. കൈയടിക്കണം. ഒന്ന് ചേർന്ന് നിൽക്ക്. നേരെ എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ ഓഫാവരുത്. മുറുക്കെ പിടിക്കണ്ട, എല്ലാവർക്കും കൂടി ഇവിടെ ആ ഗ്ലാസ് എടുത്തോ. ഇതെല്ലാം എനക്ക് നിങ്ങൾ ഒരിക്കൽ തരേണ്ടി വരും. ആ, അതാണ് എന്റെ ഓളെ ഞാൻ ബീവറേജിൽ കയറ്റി തന്റെ കാര്യം. നീ ആദ്യം ഇത് അടിക്കും. ഇനി നമുക്ക് 1-ാം തീയതി കണ്ട മിലിറ്ററിക്കാരുടെ വീട്ടിന് മുമ്പ് പോയി തെണ്ടല്ലോ. ഒരു തെണ്ടിന്റെ അടുത്തും പോകണ്ട, സാധനം വീട്ടിലുണ്ടാവും. പിന്നെ 1-ാം തീയതി തലേദിവസം ശ്രീനാരായണ ഗുരു ജയന്തി സമാധി, ഗാന്ധി ജയന്തി, ഗാന്ധി സമാധിനൊക്കെ തലേ ദിവസം അവളോട് പറയണ ഒരു 5-8 ഫുള്ള് വീട്ടിൽ കൊടുന്നേക്കാൻ. നമുക്ക് വേണ്ട എടുത്ത് ബാക്കി ഞാൻ അധികം വലിക്കും. പോരാ, 10 എണ്ണം വേണം. എന്ത് സംവിധാനം വേണേലും ചെയ്യാം. തുടക്കത്തിലല്ല, പതുക്കെ ഇത് പെട്ടെന്ന് മതി. പക്ഷെ ഒരു കുപ്പി എനിക്ക് പ്രത്യേകം തരാൻ വേണ്ടി പറയാം. തരും രാഘവേട്ടന് തന്നില്ല, ആർക്ക് കൊടുക്കും ഞാൻ. അതെ.